മലപ്പുറം പെരിന്തൽമണ്ണയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിരിക്കുന്നു. പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡിലാണ് പുലിയുടെ സാന്നിധ്യം. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു. ഇവിടെ യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഷയമായിരുന്നു. ഈ മണ്ണാർമല മാട് റോഡിൽ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മുൻപ് തന്നെ ഇതേപോലെ ഒരു വീട്ടിലത്തെ CCTV ക്യാമറയിൽ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് 2-ാം തീയതി രാത്രി 10:25 പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ഏരിയയിൽ ഒരു സ്വകാര്യ സ്ഥലത്ത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഇപ്പോൾ ഒരു 10:22 ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഇതിൻ്റെ ഒരു ഭീകരതയെ കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അത് പുലിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് ഇതിന് അത് പുലിയാണ് എന്നുള്ളതിന് 100% ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിലെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും പുലിയെ കണ്ടതായിട്ട് പല ആളുകളും പറഞ്ഞതും വാർത്തയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല മണ്ണാർമല തൊട്ടടുത്ത വീടിൻ്റെ ഒരുപാട് വീടുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തിന് തൊട്ട് മീതെയായിട്ടാണ് ഈ ഒരു സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിടിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വിരുദ്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, പുലിയുടെ സാന്നിധ്യം ഉറപ്പായ സ്ഥിതിക്ക് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അവിടെ എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ദിവ്യ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കേട്ടത് വാർഡ് മെമ്പറുടെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കുറെ നാളുകളായി പെരിന്തൽമണ്ണ മണ്ണാർമല ഈ മാട് റോഡ് പ്രദേശത്ത് ഈ പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ പറയുന്നുണ്ട്. നേരത്തെയും അത്ര വ്യക്തമല്ലാത്ത ദൃശ്യം CCTVയിൽ പുലിയുടെ പതിഞ്ഞിരുന്നു. പക്ഷെ സ്ഥിരീകരണം ഉണ്ടായില്ല. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പരാതിയും നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. ഈ പ്രദേശത്ത് കാണാറുണ്ട് എന്നതടക്കമുള്ള പരാതി ഉന്നയിച്ചിരുന്നു. അതിനാണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ പുള്ളിപ്പുലി നാട്ടിലിറങ്ങിയ ജനവാസ മേഖലയിലൂടെ കടന്നു പോകുന്ന പുള്ളിപ്പുലിയുടെ ദൃശ്യങ്ങളാണ് നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. ഈ പുലിയെ കണ്ടെത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ഈ മേഖലയിൽ വ്യാപകമായി CCTVകൾ സ്ഥാപിച്ചത്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ CCTVകൾ സ്ഥാപിച്ചത്. ആ CCTVയിലാണ് ഒരു പുള്ളിപ്പുലി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും വനം വകുപ്പ് ഈ പുലിയെ പിടികൂടാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. കൂട് സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. നേരത്തെയും നാട്ടുകാർ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും കൂട് ഉൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ പുലിയെ പിടികൂടാനോ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ CCTV ദൃശ്യത്തിൽ പതിഞ്ഞ അടിസ്ഥാനത്തിൽ കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 100-200 മീറ്റർ പരിധിയിൽ ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ 100-200 മീറ്റർ പരിധിയിൽ വീടുകളുണ്ട്. ഒപ്പം തന്നെ പ്രധാന റോഡ് കൂടിയാണ് പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡ് എന്ന് പറയുമ്പോൾ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ഭീതി ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. എത്രയും വേഗം ഈ പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വിദ്യ, മലപ്പുറം മണ്ണാർമല മാട് റോഡിലാണ് പുലിയുടെ സാന്നിധ്യമുണ്ടായത്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയുന്നത്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.